ക്ഷേമ പെൻഷൻ മുടങ്ങിയതിൽ പ്രതിഷേധിച്ച മറിയക്കുട്ടിക്ക് റേഷൻ കടയിൽ വിലക്കെന്ന് പരാതി. സാധനങ്ങൾ വാങ്ങാനെത്തിയ മറിയക്കുട്ടിയോട് BJP-ക്കാരുടെ കടയിൽ പോകാൻ അടിമാലിയിലുള്ള റേഷൻ കടയിലെ ജീവനക്കാർ പറഞ്ഞുവെന്നാണ് പരാതി. കോൺഗ്രസ് നേതാവിന്റെ കടയിൽ നിന്നാണ് വിലക്കുണ്ടായതെന്നും മറിയക്കുട്ടി പറയുന്നു. അവിടെ ചെന്നപ്പോൾ പറഞ്ഞു, ഇത് കോൺഗ്രസ്സുകാരുടെ കടയാണ്, ഇവിടെ മേലെ വരരുത്, നിങ്ങൾക്ക് പറ്റിയ കട 1000 ഏക്കർ ശ്രീനിയുടെ കടയുണ്ട് BJP, അവിടെ പോയി മേടിച്ചോളണം, ഇവിടെ മേലെ വരരുത്. അടിമാലിലെ അസ്ത്ര തിയേറ്ററിൻ്റെ അടുത്ത് 2 കടയുണ്ട്, അതിലൊരു കടയുണ്ട്. അവരെ എനിക്ക് നല്ല പരിചയമില്ല, അവരുടെ ലൈസൻസും കടയുടെ എല്ലാ പേരും ഞാൻ എഴുതിക്കൊണ്ട് വന്നു, എല്ലാം കിട്ടി. അത് ഞാൻ കൊണ്ടുപോയി അപേക്ഷ പരാതി കൊടുത്തിട്ടുണ്ട്. ഒന്ന് കളക്ടർക്ക് കൊടുത്തു, ഒന്ന് ഡിപ്പ് ജില്ലാ സപ്ലൈ ഓഫീസർ കൊടുത്തു. രണ്ടും നേരിട്ട് കൈക്ക് കൊടുത്ത് സംസാരിച്ചു, വർത്താനെല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞു. രാഹുൽ വിജയനാണ് വാർത്തകൾ. രാഹുൽ, അങ്ങനെ കോൺഗ്രസ് റേഷൻ കട, CPM റേഷൻ കട, BJP റേഷൻ കട എന്നൊക്കെ ഉണ്ടോ? അശ്മി, അങ്ങനെയുണ്ട് എന്നുള്ളതാണ് മറിയക്കുട്ടി പറയുന്നത്. ഈ ക്ഷേമ പെൻഷൻ സമരത്തിൽ നമുക്കറിയാം യൂത്ത് കോൺഗ്രസിന്റെ വലിയ പിന്തുണ ഈ മറിയക്കുട്ടിക്ക് ഉണ്ടായിരുന്നു. പിന്നാലെ അവർ പെൻഷൻ കൊടുക്കുകയും അവർക്ക് വീട് വെച്ച് കൊടുക്കുകയൊക്കെ ചെയ്തു. എന്നാൽ ഒരു ഘട്ടത്തിൽ ഈ മറിയക്കുട്ടി BJP-യിലേക്ക് ചേർന്നിരുന്നു. അതിനുശേഷം കോൺഗ്രസുകാരുടെ ഭാഗത്തു നിന്ന് വലിയ തരത്തിലുള്ള ഉപദ്രവം ഉണ്ടാകുന്നതെന്ന് മറിയക്കുട്ടി പരസ്യമായി തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അതിന്റെ ഒരു ബാക്കി ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു വിലക്ക് റേഷൻ കടയിൽ ഉണ്ടായതെന്ന് മറിയക്കുട്ടി പറയുന്നുണ്ട്. ഈ അടിമാലി അപ്സര ജംഗ്ഷനിലുള്ള റേഷൻ കടയിൽ കഴിഞ്ഞ തിരുവോണത്തിന്റെ തലേ ദിവസം സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പോകുന്നു. അവിടെ എത്തിയപ്പോൾ ഇത് കോൺഗ്രസുകാരുടെ കടയാണ്, ഇവിടെ തരാൻ സാധനങ്ങളില്ല, നിങ്ങൾക്ക് പറ്റിയ കട 200 ഏക്കറിലുള്ള കടയാണ്, അവിടെ പോയി വാങ്ങുക, BJP-ക്കാരുടെ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങുക എന്നുള്ളത് അങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ് ഈ മറിയക്കുട്ടിയുടെ ആരോപണം. അങ്ങനെ ഒരു പരാതിയും ഉണ്ട്. ആ പരാതി ഇപ്പോൾ എന്തായാലും മറിയക്കുട്ടി കളക്ടറേറ്റിലെത്തി നേരിട്ട് കളക്ടർക്കും അതുപോലെ തന്നെ ജില്ലാ സപ്ലൈ ഓഫീസർക്കും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ആ കടയിലെ ജീവനക്കാരുടെ പ്രതികരണം ലഭ്യമായിട്ടില്ല. അവരുടെ പ്രതികരണം കൂടി തേടേണ്ടതുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ അവർ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് അതിൽ മനസ്സിലാക്കാനും കഴിയുന്നത്. എന്നിരുന്നാലും ഒരു വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു. ഭക്ഷണ സാധനങ്ങൾ കൊടുക്കുന്നതിന് കോൺഗ്രസിന്റെയും BJP-യുടെയും കട അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്, അതും റേഷൻ കടയ്ക്ക് അങ്ങനെ ഒരു വ്യത്യാസമുണ്ട് എന്നുള്ളതാണ് ഈ മറിയക്കുട്ടിയുടെ ആരോപണം. അതിൽ അന്വേഷണം നടത്താമെന്നും നടപടി സ്വീകരിക്കാമെന്നും ജില്ലാ കളക്ടറും അതുപോലെ തന്നെ സപ്ലൈ ഓഫീസറും ഉറപ്പ് നൽകി എന്നുള്ളതാണ് മറിയക്കുട്ടി പറയുന്നത്. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.